നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം രാജേഷ്. നമ്മുടെ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം ഏതാണ്ട് CBI അന്വേഷണം ഉറപ്പായി കഴിഞ്ഞു. അതെ, സംസ്ഥാന സർക്കാരിന് CBI വരുന്നതിൽ ഒരു എതിർപ്പുമില്ല, താല്പര്യമേ ഉള്ളൂ. ഇപ്പോൾ കോടതിയുടെ വിധി എന്താവും എന്ന് നമുക്കറിയില്ല. അതിപ്പോൾ എന്തായാലും CPM അപ്പീൽ പോവും ആ വിഷയത്തിൽ. പക്ഷേ മഞ്ജുഷയ്ക്കും മക്കൾക്കും നീതി ലഭിക്കണം. എന്തിനാണ് ഒരു ADM, അതായത് ഒരു ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് മരിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് മരിച്ചത്, എന്താണ് അതിൻ്റെ കാരണം, അത് പൊതുസമൂഹത്തിന് അറിയണം. അതെ, തീർച്ചയായിട്ടും അത് നമ്മുടെ ആവശ്യമാണ്, പാർട്ടിക്കാരുടെ ആവശ്യമല്ല. ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കഥ ആരംഭിക്കുന്നത്, ഈ കുഴപ്പങ്ങളുടെ എല്ലാം തുടക്കം ഒരു പെട്രോൾ പമ്പിൽ നിന്നാണ്. ഒരു പെട്രോൾ പമ്പിന് NOC ആവശ്യപ്പെട്ട് ഒരാൾ അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷയിന്മേലുള്ള തുടർ നടപടികളുടെ ഒരു പരിസമാപ്തി എന്ന് വേണമെങ്കിൽ പറയാം, നവീൻ ബാബുവിൻ്റെ മരണത്തിലാണ് അത് കലാശിച്ചത്, അല്ലെങ്കിൽ അതിന് അവസാനം ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇത് നവീൻ ബാബു മരിക്കുന്നത് 2024 ഒക്ടോബർ മാസത്തിലാണ്, ഒക്ടോബർ അവസാനമാണ്. ഏതാണ്ട് 2024 മാർച്ച് മാസത്തിൽ തന്നെ ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട വിഷയം തുടങ്ങിയിരുന്നു. അന്ന് ഈ അതുമായി ബന്ധപ്പെട്ട് തഹസീൽദാർക്ക് കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ അനുമതി അങ്ങനെയാണല്ലോ, തഹസീൽദാർ വഴിയാണ് ADMലേക്കൊക്കെ പോയി അവിടെ നിന്നാണ് ഇതിൻ്റെ സമ്മതപത്രം വരേണ്ടത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നതിൽ ഈ പെട്രോൾ പമ്പ് ആരൊക്കെ ചേർന്നാണ് ആരംഭിക്കുന്നത്, ആരൊക്കെയാണ് ഇതിൻ്റെ പങ്കാളികൾ, ഇതിൻ്റെ ഉടമസ്ഥ പങ്കാളികൾ എന്ന് കൃത്യമായിട്ട് രേഖാമൂലം രേഖകൾ സഹിതം കൊടുത്ത അപേക്ഷയിലുണ്ട്. അതിൻ്റെ കവറിംഗ് ലെറ്ററിൽ അത് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ആരൊക്കെയാണ് ഇതിൻ്റെ പങ്കാളികൾ എന്ന് തെളിയിക്കുന്ന രേഖ കാണാനില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഈ രേഖകൾ കാണാതെ പോയതിൻ്റെ കാരണം എന്തായിരിക്കും? ഇതിൻ്റെ ഈ കേസിൻ്റെ ഭാവി, ഇതിപ്പോൾ CBIയുടെ കയ്യിലേക്ക് അന്വേഷണം എത്തിയാൽ പോലും ഈ കേസിൻ്റെ ഭാവി എന്തായിരിക്കും? CBI റെഡിയാണ്. ഇപ്പം വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ CBI ഇതിനുള്ള വിജ്ഞാപനം വരുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാരംഭ നടപടികളും CBI തയ്യാറാണെന്ന് കൊച്ചിയിൽ നിന്നും അവർ തയ്യാറാണെന്ന് അറിയണമല്ലോ. അങ്ങനെ എന്നിട്ടാണല്ലോ വിജ്ഞാപനം ഇറക്കുന്നത്. അപ്പം അവർ തയ്യാറാണ്, കൊച്ചി CBI തയ്യാറാണ്. പിന്നെ ഈ കേസിലേക്ക് വരുമ്പോൾ പക്ഷേ വ്യാപകമായിട്ടുള്ളൊരു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ 10 വർഷമായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് CPയുടെ കയ്യിലാണെങ്കിലും വ്യാപകമായിട്ടൊരു ഭൂമി കയ്യേറ്റം അല്ലെങ്കിൽ ഈ വസ്തു തരം മാറ്റം, ഈ വയൽ നികത്തി ഭൂമിയാക്കൽ, അങ്ങനെയാണല്ലോ. വയലിനെ കരഭൂമിയാക്കുക, തണ്ണീർത്തടത്തെ കരഭൂമിയാക്കുക, ഇങ്ങനെ ഒരുപാട് മറിമായങ്ങൾ. ഒടുവിൽ കഴിഞ്ഞ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ റവന്യൂ വകുപ്പ് ഒരു ഉത്തരവിട്ടിരുന്നു. അതായത് നിശ്ചിത സ്ഥലം, നിശ്ചിത ഭൂമി അത് തരം മാറ്റി നൽകാം, മറ്റേ വീട് വയ്ക്കാനായിട്ടും ഒക്കെ ഉടമസ്ഥാവകാശം അതിന് നൽകാം, പട്ടയം നൽകാം എന്ന് പറഞ്ഞിട്ട് തരം മാറ്റി നൽകാം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്താൽ മതി. അങ്ങനെയൊക്കെയുള്ളൊരു ഇളവിൻ്റെ ആ ഒരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൻ്റെ പഴുത് വെച്ചിട്ട് കണ്ണൂരിലൊക്കെ വ്യാപകമായിട്ട്, തലപ്പറമ്പിലും അവിടെയൊക്കെ വ്യാപകമായിട്ട് ഭൂമി തരം മാറ്റി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് വളരെ ഒരു സാധാരണ ഒരു അപേക്ഷയായിട്ട് ഈ പ്രശാന്ത് എന്നൊരു വ്യക്തിയും മറ്റു ചിലരും ചേർന്നിട്ട് ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനായിട്ട് ഒരു ഭൂമിക്ക് വേണ്ടി NOCക്ക് വേണ്ടിയിട്ട് അതീവ സുരക്ഷാ മേഖലയാണോ എന്ന് നോക്കണം. സ്കൂളുകൾ സമീപത്തുണ്ടോ, അല്ലെങ്കിൽ മറ്റു കച്ചവട സ്ഥാപനങ്ങളുണ്ടോ, തീ പിടിക്കുന്ന എന്തെങ്കിലും ഒരു, അതെ, അതിൽ ആ ഭൂമി ഒരു പെട്രോൾ പമ്പിന്, പിന്നെ ഈ റോഡിന്റെ വളവ്, അതെ, അതൊരു വിഷയം, വാഹനങ്ങൾ വന്നു കയറുന്ന അടക്കമുള്ള സംവിധാനങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഈ അവിടുത്തെ വില്ലേജ് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് ചെന്ന് NOCക്ക് വേണ്ടി ADMന്റെ അടുത്ത് ചെല്ലുകയാണ്. തഹസീൽദാർ വഴി ഒരു കോമൺ പ്രോസസ്. നവീൻ ബാബുവാണ് അവിടെ ഇരിക്കുന്നത്. നവീൻ ബാബു നമുക്കറിയാം, ശബരിമല കേസിലൊക്കെ, ഈ 2 സ്ത്രീകൾക്കാരെ കേസിലൊക്കെ നവീൻ ബാബു വലിയ പിന്തുണ കൊടുത്താണ്. പക്ഷേ അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നും PP ദിവ്യയാണ്. നവീൻ ബാബുവും ദിവ്യയും തമ്മിൽ എന്തൊക്കെയോ ചെറിയ തർക്കങ്ങളുണ്ട്. അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്, അല്ലാതെ ഈ തുടങ്ങുന്നത് ഈ വസ്തുവിൻ്റെ NOC വിഷയത്തിലല്ല.
നവീൻ ബാബു വളരെ ആക്റ്റീവായിട്ട് ജീവനക്കാരുടെ സംഘടനയുടെ നേതാവാണ്, ഇടത് സംഘടനയുടെ. പി ദിവ്യയും ഇടത് സംഘടനക്കാരി, ഇടത് നേതാവാണ്, CPM ആണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവിടെ അനിഷേധിയായിട്ട് അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ സ്ഥിരം ഒരു വകുപ്പുകൾ തമ്മിൽ തർക്കമെന്നപോലെ കളക്ടറേറ്റും ജില്ലാ പഞ്ചായത്തും തമ്മിലുള്ള തർക്കമാണ്. പല കാര്യങ്ങൾക്കും ജില്ലാ പഞ്ചായത്ത് മുൻകൈ എടുത്ത് ഈ റൂൾസ് ആൻഡ് നോംസ് ഒക്കെ വയലേറ്റ് ചെയ്ത് മേലെ കൂടി കൊണ്ടുവന്ന് കൊടുക്കുന്ന പേപ്പറുകളൊക്കെ കളക്ടറിനും മുകളിൽ ജില്ലാ ഭരണാധികാരിയായ കളക്ടറിന് അതിന് മുകളിൽ അവിടെ ഇരുന്ന കളക്ടർ ജില്ലാ പഞ്ചായത്ത് പി വിദ്യയുടെ ഒക്കെ വിനീത വിധേയനാണ്. അപ്പൊ ഈ കളക്ടറിനോട് ചെല്ലുമ്പോൾ കളക്ടർ ADM ആണ് ഒഫീഷ്യലായിട്ട് ഇതിലൊക്കെ ഒരു കുറിപ്പ് എഴുതണം. കാരണം സർക്കാർ ഫയലാണല്ലോ. തീർച്ചയായിട്ടും ADM-നാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അതിനനുസരിച്ചാണ് കളക്ടർ നടപടി എടുക്കുന്നത്. അതെ. അപ്പം അന്നത്തെ കളക്ടർ ഈ അരുൺ വിജയൻ അദ്ദേഹം ഈ ADM-നെ ഏൽപ്പിക്കുന്നു. ADM ആ സ്ഥലത്ത് പോയി പരിശോധന നടത്തുന്നു. അപ്പം നവീൻ ബാബുവിന് എന്തൊക്കെ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം, അവരിങ്ങനെ നമ്മുടെ സാധാരണ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വസ്തുവിൻ്റെ കരം തീർക്കാനാണ്, അല്ലെങ്കിൽ വസ്തുവിൻ്റെ പോക്കുവരവ് ചെയ്യാനാണെങ്കിലും ഇന്നും ഈ പ്രക്രിയയുണ്ട്. നമ്മൾ വില്ലേജിൽ നിന്നും താലൂക്കിൽ നിന്നും കളക്ടറേറ്റ്, അങ്ങനെ കളക്ടറേറ്റ് ചെന്നിട്ട് പിന്നെ അത് മന്ത്രിയുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ മുകളിലേക്ക് പോകുന്നത്. റവന്യൂ മന്ത്രിക്കാണ് ഈ ഇതിൻ്റെ പരാതി കൊടുത്തിരുന്നെങ്കിലും ആ പരാതി നേരെ വരിക കളക്ടർ വഴി താഴെത്തട്ടിലേക്ക് വരും. നവീൻ ബാബു അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് ഈ ഭൂമി നോക്കുമ്പോൾ, തളിപ്പറമ്പിൽ ഈ ഭൂമി എന്ന് കാണുമ്പോൾ അത് പെട്രോൾ പമ്പിന് ഒട്ടും യോജ്യമല്ല. പെട്രോൾ പമ്പ് അവിടെ പ്രവർത്തിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ പ്രശാന്ത് എന്നൊരു വ്യക്തിയാണ് ഈ പമ്പിന് വേണ്ടിയുള്ള പണം മുടക്കിയിരിക്കുന്നത്, മുന്നിൽ നിൽക്കുന്നത്, പണം മുടക്കി മുന്നിൽ നിൽക്കുന്നത്. പ്രശാന്തിനാണ് പമ്പ് മുടങ്ങാൻ പോകുന്നത്. പ്രശാന്തിന് അത്രയും പണമൊക്കെ ഒരു പെട്രോൾ പമ്പ് ആരംഭിക്കാനുള്ള അതിനുള്ള മുതൽ മുടക്കിനുള്ള വകുപ്പുണ്ടോ എന്നൊക്കെയുള്ള സംശയം പോലും അന്ന് ഉയർന്നിരുന്നു. പ്രശാന്ത് ഒരു സർക്കാർ ജീവനക്കാരൻ, അന്നൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ താൽക്കാലിക ജീവനക്കാരനാണ്. പ്രശാന്തിന് അതിനുള്ളൊരു സെറ്റപ്പ് ഇല്ല. അപ്പൊ പ്രശാന്തിന്റെ കൂടെ അതിന് ഒരു പ്രശാന്തിന് ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞാൽ പങ്കാളികളുണ്ട്. ഒരു പങ്കാളിത്ത രേഖ, പാർട്ണർഷിപ്പ് ഡീഡാണ്. ഡീഡ് വെച്ചാൽ മതി, അത് രജിസ്റ്റർ ചെയ്യേണ്ട. ഞങ്ങൾ ഇന്ന പേർ ചേർന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇന്ന പെട്രോൾ പമ്പിന് വേണ്ടിയിട്ട്, ഇന്ധന പമ്പിന് വേണ്ടിയിട്ട് അനുമതി നൽകണം. അപ്പം നവീൻ ബാബു അടച്ച് നോക്കുമ്പോൾ അദ്ദേഹം പരിസരമൊക്കെ നോക്കി, അല്ലെങ്കിൽ അതായത് ഒരു RDO ADM എങ്ങനെയാണ് നോക്കുന്നത് ആ ഒരു കണ്ണിക്കൂടുകയാണ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റാണ്. അദ്ദേഹം നോക്കി എല്ലാം വിലയിരുത്തി. അദ്ദേഹത്തിൻ്റെ ജോലി കളക്ടർക്ക് ഫിസിക്കലി അവിടെ ചെന്ന് നോക്കാൻ പറ്റില്ല. കളക്ടർക്ക് വേണ്ടി റിപ്പോർട്ട് നൽകുകയാണ്. അവിടെ അനുയോജ്യമല്ല, സാധ്യമല്ല എന്നൊരു NOC നൽകാൻ പറ്റില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു. ഇത് പി ദിവ്യ അറിയുന്നു. അപ്പോൾ ഈ മാർച്ചിന് മുമ്പാണ്, 2024 മാർച്ചിന് മുമ്പാണ്. അപ്പോഴിത് തിരികെ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അങ്ങനെ വീണ്ടും തളിപ്പറമ്പ് തഹസിൽദാരുടെ കയ്യിലേക്ക് എത്തുന്നു. തഹസിൽദാരുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ പാർട്ണർഷിപ്പ് ഡീഡ് ഉൾപ്പെടെ ഇതിലേക്ക് വയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് തഹസിൽദാരുടെ റിപ്പോർട്ട്, തഹസിൽദാർ അത് അന്വേഷിച്ച് ഈ റിപ്പോർട്ട് കളക്ടറേറ്റിലേക്ക് കൊടുക്കുന്നു. അതവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതെ. അപ്പം കളക്ടറുടെ ആമുഖത്തിൽ, ആ റിപ്പോർട്ടിൻ്റെ ആമുഖത്തിൽ പ്രശാന്തൻ പമ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന NOC വാങ്ങാൻ അപേക്ഷ നൽകിയ പ്രശാന്തൻ അടക്കമുള്ളവരുടെ പ്രശാന്തന്റെയും പങ്കാളികളുടെയും വിശദാംശങ്ങൾ ആ ഡീഡ് ഇതിൽ വയ്ക്കുന്നു. 2000 ആ മാസം ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്കും നവീൻ ബാബുവിൻ്റെ മരണം സംഭവിക്കുന്നു. പിന്നീട് അന്വേഷണം നടക്കുന്നു. കളക്ടർ അരുൺ വിജയ് അടക്കമുള്ളവർ പ്രതിക്കൂട്ടിലാകുന്നു. പി ദിവ്യ പ്രതിക്കൂട്ടിലാകുന്നു. അങ്ങനെ ഈ ഒരു പമ്പിനെക്കുറിച്ച്, പ്രശാന്തൻ കാണിയുടെ ആസ്തിയെക്കുറിച്ചൊക്കെ വിജിലൻസ് അന്വേഷിക്കുന്നു, അല്ലേ? വിജിലൻസിനെയൊക്കെ വെച്ച് പിണറായി സർക്കാർ അന്വേഷിക്കുകയാണ്. പി ദിവ്യയെ താഴെ ഇറക്കുന്നു, പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്നു. അപ്പം അതോടെ വിഷയം തീർന്നു എന്ന് വിചാരിച്ചിരിക്കണം. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷയും കുട്ടികളും, ഭാര്യയും സഹോദരനുമൊക്കെ കോടതിയിൽ ഈ കേസ് അന്വേഷണം കൃത്യമല്ല എന്ന് പറഞ്ഞ് കൊടുത്ത ആ ഒരു പരാതിയിൽ, കോടതി കൊടുത്ത ഹർജിയിൽ ഇതും പറയുന്നുണ്ട്. ഈ പാർട്ണർഷിപ്പ് ഡീഡ് അവിടെ അവർ വിവരാവകാശ രേഖ വെച്ച് ഇവർ എടുത്തിട്ടുണ്ട് ഈ സാധനം. കാരണം സമയമുണ്ടല്ലോ, 2 വർഷം ആകാറാകുന്നു. അതിൽ ഈ കളക്ട്രേറ്റിൽ നിന്നും വിവരാവകാശ രേഖ നോക്കിയപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡ് അതിലില്ല, ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഈ തളിപ്പറമ്പ് തഹസിൽദാരുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്
ഇതിൽ റിപ്പോർട്ടുണ്ട്, അതിനകത്ത് ഈ ഡീഡ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതെവിടെ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് കാണുന്നില്ല, ആരും എടുത്ത് പ്രശാന്തിന്റെ കയ്യിലുള്ള ഡീഡാണ്, പ്രശാന്തിന്റെ കയ്യിലാണ് ഡീഡ് ഉള്ളത്. അതിന്റെ ഒരു പകർപ്പാണ് ഇതിൽ വെച്ചിരിക്കുന്നത്, അല്ലാതെ മറ്റാർക്കും അത് പോയില്ല. സർക്കാർ രേഖയാണ്. കഴിഞ്ഞ ദിവസം ഇത് പ്രശാന്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ KC ഉമേഷ് ബാബു, അറിയാലോ, രാഷ്ട്രീയ നിരീക്ഷകനാണ്, പഴയ CPIM ആണ്, മലബാറിലെ ഒരു അറിയപ്പെടുന്ന നേതാവൊക്കെയാണ്. അദ്ദേഹം പറയുന്നു, ചാനൽ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞതാണ്, 3 പേരെ ചോദ്യം ചെയ്ത ഈ കേസ് തെളിയും. ഒന്ന് ഈ പ്രശാന്ത്, പെട്രോൾ പമ്പിന് അപേക്ഷിച്ച പ്രശാന്ത്. 2 ഈ പെട്രോൾ പമ്പിന് വേണ്ടുന്ന ഭൂമി തരമാക്കി കൊടുത്ത ഒരു ഇടനിലക്കാരനുണ്ട്. അതെ. 2. 3 ഈ നവീൻ ബാബുവിൻ്റെ ഡ്രൈവർ, എന്തോ ഷംസുദ്ദീൻ എന്നോ അങ്ങനെ എന്തോ ആണ് അയാളുടെ പേരിപ്പം മറന്നു. ഈ 3 പേര്, അതായത് മുനീശ്വരൻ, അന്ന് രാത്രി ഈ റെയിൽവേ സ്റ്റേഷന് 300 മീറ്റർ അകലെ മുനീശ്വരൻ കോവിൽ ജംഗ്ഷനിൽ നവീൻ ബാബുവിനെ കൊണ്ടുവിട്ടു എന്ന് പറയപ്പെടുന്ന ഷംസുദ്ദീനാണ് കൊണ്ടുവിടുന്നത്. ആ ഷംസുദ്ദീൻ വിട്ടതിന് തെളിവില്ല. അല്ല, വിട്ടതിന് ഇയാളുടെ മൊഴി മാത്രമേ ഉള്ളൂ. അതെ, ഞാനാണ് സാറിനെ അവിടെ കൊണ്ട് വിട്ടത്. അപ്പോൾ അവിടെ CCTV അടക്കം ഒന്നും ലഭ്യമല്ല. അല്ല, അതെ. ഈ 3 പേരെ കൃത്യമായിട്ട് CBI ചോദ്യം ചെയ്താൽ ഈ കേസിൻ്റെ ചുരുൾ അഴിയും എന്നാണ് KC ഉമേഷ് ബാബു പറഞ്ഞത്. അതിൽ 1ാമത്തെ പേരുകാരൻ താങ്കളിപ്പോൾ പറഞ്ഞ പ്രശാന്താണ്. ഈ 3 പേരെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവനായ ആ സംഘം ഒരു സംരക്ഷിച്ച് മാറ്റി നിർത്തി. DYSP രത്നാകരൻ. ഈ DYSP രത്നാകരൻ CPM പൊട്ടിപ്പോയി. അപ്പം മനസ്സിലായല്ലോ, അദ്ദേഹത്തിനെ പിന്നീട് CPM സ്ഥാനാർത്ഥിയാക്കുന്നു, അദ്ദേഹം 8 നിലയിൽ പൊട്ടുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അയാൾ നിരവധി കേസുകൾ അട്ടിമറിക്കാൻ കൂട്ടുന്ന ആളാണ്. അതായത് ഞാനിപ്പോഴും ഓർക്കുന്നു, കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്ത് തലശ്ശേരിയിൽ നടന്ന ഫസൽ വധക്കേസ്. ഫസലിനെ, അതായത് CPM-കാരനായിരുന്ന ഫസൽ CPM വിട്ടിട്ട് NDF-ൽ ചേരുകയും തേജസ് പത്രത്തിൻ്റെ ഏജൻ്റ് ആവുകയും ചെയ്തു. അതിന് പകരം കൊടി സുനി ഉൾപ്പെടുന്ന ടീമാണ് ഫസലിനെ കൊലപ്പെടുത്തുന്നത്. കൊലപ്പെടുത്തിയിട്ട് ഫസലിൻ്റെ തോർത്ത് ചോരയിൽ മുക്കിയ തൂവാല കൊണ്ട് RSS കാര്യാലയത്തിൻ്റെ പുറകിലിടുന്നു. പോലീസ് പട്ടി അവിടെ വരുന്നു, RSS-കാരെ പിടിച്ചുകൊണ്ട് പോയി ഇടിക്കുന്നു, അവരെ പ്രതി ചേർക്കുന്നു. അങ്ങനെ വലിയ അതിൽ 2 DYSP-മാർ, ഒരു സദാനന്ദനും പിന്നെ ഒരു പ്രിൻസും. ഈ 2 പേരും 2016-ൽ ആദ്യം ഈ 2006-11 കാലഘട്ടത്തിൽ VS സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിലും ഇവർ അവിടുത്തെ എന്താ പറയുക CPM-ൻ്റെ പടത്തലവന്മാരാണ്. ഈ പോലീസ് സേനാധിപന്മാരാണ്. ഇവർ ഒരുപാട് നിരപരാധികളെ കൊണ്ട് ഇടിച്ച് പിന്നെ മൃഗീയമായി മർദ്ദിച്ച് കുറ്റം അവരുടെ തലയ്ക്ക് വെച്ച് വലിയ ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ ഫസൽ കേസ് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അയാളുടെ ഭാര്യ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പോയി. CBI അന്വേഷണം വരും എന്ന് ഉറപ്പായപ്പോൾ തന്നെ CPM പ്ലേറ്റ് മാറ്റിയിട്ട് അത് CPM-കാർ തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞ് ഡമ്മി പ്രതികളെ കൊടുത്തു. പക്ഷേ കേസ് അവിടെ നിന്നില്ല. CBI വന്നു, കൊടി സുനിയെ അറസ്റ്റ് ചെയ്തു. അതിലാണ് കാരായി രാജനും അറസ്റ്റിലായത്. പെട്ടുപോയത്. MLA ആണ്. ഇപ്പോൾ MLA ആണ് തലശ്ശേരിയിൽ. ആ തൂവാല, ആ രക്തം പുരണ്ട RSS കാര്യാലയത്തിന് മുന്നിൽ കൊണ്ട് ഉപേക്ഷിച്ച് തെളിവ് മനഃപൂർവ്വം സൃഷ്ടിച്ച ആ തൂവാലയാണ് CBI കോടതിയിലെ തൊണ്ടി മുതൽ നിന്നും കാണാതായത്. കഴിഞ്ഞ ആഴ്ച CBI കോടതിയിൽ ഈ തൂവാല അടിച്ചു മാറ്റിയവർക്ക് ഒരു ഡീഡ് അടിച്ചു മാറ്റാൻ വല്ല പ്രയാസമുണ്ടോ? അതേ കാര്യങ്ങൾ തന്നെയാണ്, അതേ പാറ്റേൺ തന്നെയാണ്. അത് തൂവാല എങ്ങനെ ഫസൽ വധക്കേസിലെ രക്തം പുരണ്ട തൂവാല എന്ന തെളിവ് എങ്ങനെ അപ്രത്യക്ഷമായോ അതുപോലെയാണ് പ്രശാന്തന്റെ ഡീഡും ഈ നവീൻ ബാബു റിപ്പോർട്ടിൽ നിന്നും ആ ഡീഡം അപ്രത്യക്ഷമായിരിക്കുന്നത്. അതാണ് ഈ സംശയത്തിന് ആക്കം കൂട്ടിയത്. ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ അവരപ്പോൾ തന്നെ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നു. കുറ്റപത്രം സമർപ്പിച്ചല്ലോ. 13 മിസ്സിംഗ് ഉണ്ടെന്ന് അവർ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 13 കുറ്റപത്രത്തിലെ 13 ഭാഗങ്ങളിൽ പിഴവുണ്ട്. പിന്നെ PP ദിവ്യയുടെ ഫോൺ റെക്കോർഡ്സ് കുറ്റപത്രത്തിൻ്റെ കൂടെ അവിടെ അറ്റാച്ച് ചെയ്തിട്ടില്ല, എക്സിബിറ്റ് ആക്കിയിട്ടില്ല. അതേപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളൊന്നും ശേഖരിച്ചിട്ടില്ല. അപ്പോഴാണ് തലശ്ശേരി കോടതി പറഞ്ഞത്, ഇത് ഹർജി അംഗീകരിക്കുന്നു, അന്വേഷണം തൃപ്തികരമല്ല, നിങ്ങൾ വീണ്ടും തുടരന്വേഷണം നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ അതും ഇതേപോലെ ഏതെങ്കിലും ഒരു രത്നാകരൻ്റെ പിൻഗാമിയാകും. രത്നാകരൻ്റെ
ഉണ്ടാകുമല്ലോ. രത്നാകരൻ പോകുമ്പോൾ താഴെ അല്ല, രത്നാകരന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു രത്നാകരൻ റിട്ടയർ ആകുമ്പോൾ 2 രത്നാകരന്മാരെ അവിടെ പകരം ട്രെയിൻ ചെയ്ത് വച്ചിട്ടാണല്ലോ അദ്ദേഹം പോകുന്നത്. ഈ 2 പേർ രത്നാകരൻ്റെ പദവിയിലേക്ക് വരുമ്പോൾ 4 പേര് അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ആ നെറ്റ്വർക്ക്. അപ്പോൾ എന്തായാലും നീതി കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ സഹായം തേടിയത്. എന്നിട്ടാണ് അവർ മുഖ്യമന്ത്രിയെ കണ്ടതും. അപ്പോഴാണ് മുഖ്യമന്ത്രി CBI അന്വേഷണം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുന്നത്. രൂക്ഷമായ പ്രതിഷേധമാണ്. ഞാൻ അത് ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ നേതാക്കൾ ഒന്നടങ്കം KK രാഗേഷൊക്കെ വന്ന് പിന്നെ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുമ്പോൾ KK രാഗേഷിൻ്റെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ ദുരന്തമുണ്ടായതുപോലെയാണ്. അതെ, അതായത് ജൂൺ 20 ഈ കഴിഞ്ഞ മെയ് 27-ന് ബേക്കറി ജംഗ്ഷനിൽ പിണറായി സഖാവിന്റെ വീടിന് മുന്നിൽ നടന്ന സംഭവത്തിൽ പോലും മുഖം ഇങ്ങനെ ഇരുണ്ടിട്ടില്ല. ഇതങ്ങ് വളരെ ദയനീയമായിട്ട് ഇപ്പൊ സുനാമിയൊക്കെ വന്ന് നമ്മളിവിടെ നൂറുകണക്കിന് മനുഷ്യർ കടലാക്രമണത്തിൽ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വേദനയും സങ്കടമൊക്കെ ഉണ്ടല്ലോ. അതുപോലെയൊക്കെയാണ് ഈ രാകേഷിൻ്റെയും MV ജയരാജൻ്റെയൊക്കെ മുഖം വരുന്നത്. MV ജയരാജനെ കുറിച്ച് വളരെ ഇതായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ജില്ലാ സെക്രട്ടറി പിന്നെ മൃതദേഹത്തെ അനുഗമിച്ച് കാറിൽ പത്തനംതിട്ടയിൽ വരികയും അവിടെ നിന്ന് ഈ മൃതദേഹം കല്ലറയിൽ അടക്കാൻ കാവൽ നിന്ന് കല്ലറയിൽ അടപ്പിക്കാതെ അതിനെ ഈ അഗ്നിക്ക് സമർപ്പിച്ച് ദഹിപ്പിച്ച ആ ക്രിയ വരെ ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് മടങ്ങിയത് ജില്ലാ സെക്രട്ടറി. അപ്പോൾ അതൊക്കെ വളരെ ദുരൂഹമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ CBI അന്വേഷണം വരട്ടെ. CBI അന്വേഷണത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഉമേഷ് ബാബു ചൂണ്ടിക്കാണിച്ച ഈ 3 പേരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാമെങ്കിൽ ഇതിൻ്റെ ചുരുളഴിയും. ഇനി അഥവാ ഒരു കൊലപാതകം ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. കാരണം ഒരു ആത്മഹത്യയാണെങ്കിലും പ്രേരിപ്പിച്ച് കാരണം എന്ത്? ഈ പ്രശാന്തൻ അടക്കമുള്ളവരുടെ ഭീഷണി അങ്ങനെ അല്ലെങ്കിൽ PP ദിവ്യ എന്തിനങ്ങനെ പ്രതികരിച്ചു? PP ദിവ്യ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇവർ എതിരാളികളെ കൃത്യമായിട്ട് ഒരു തരത്തിലും ഒതുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ പീഡന കേസിൽപ്പെടുത്തും. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട്. ഞാൻ അതിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല. പോക്സോ കേസ് അടക്കം തലയ്ക്ക് വെക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അതെ, ഭരണത്തിന്റെ ഹുങ്കിൽ ഇവരിതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് രാഷ്ട്രീയ എതിരാളികൾ അടക്കമുള്ളവർ ആരോപിക്കുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു സംസാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് CBI അന്വേഷണം വരട്ടെ. അവർക്ക് തീവ്രത കുറഞ്ഞ പീഡനം, തീവ്രത കൂടിയ പീഡനം ഒക്കെ അവർക്ക് അറിയാം വ്യക്തമായിട്ട് തരംതിരിച്ചു. പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതിയും പോലീസും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തും ആകാം. പക്ഷെ എന്തായാലും നിയമവാഴ്ചയുള്ള രാഷ്ട്രമാണ് ഭാരതം. ഇത് എന്തായാലും ചൈനയല്ല. അതുകൊണ്ട് നമുക്ക് CBI വരട്ടെ. CBI വന്നാൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. ഇത് കൊലപാതകമാണെങ്കിലും ശരി, ആത്മഹത്യയാണെങ്കിലും ശരി, അത് രണ്ടിനും പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ഏതൊക്കെ എന്നറിയാനുള്ള അവകാശം കേവലം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്കും മക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം.